ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് സൂര്യനെല്ലിയിലാണ്. സൂര്യനെല്ലിയിലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടിന്റെ മുമ്പിലാണ്, അരിക്കൊമ്പൻ റിസോർട്ട്. ഇതാണ് ഈ റിസോർട്ടിന്റെ മുമ്പിൽ നിന്നുള്ള വ്യൂ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം 4 മണിയായി. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ നല്ല കോടയായിരുന്നു ഇവിടെ. നമുക്കിനി ഈ റിസോർട്ടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ റിസോർട്ടിലേക്ക് ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഈ പൂളാണ്. അത്ര വലുതല്ലെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ പൂള്. ഈ റിസോർട്ടിൽ ആകെ 11 റൂമാണുള്ളത്. താഴെ 5 മുകളിൽ 6, കൂടാതെ ഒരു വുഡ് ഹൗസും ഉണ്ട്. ഞങ്ങൾ മുകളിലത്തെ റൂംസാണ് എടുത്തത്. ഈ കാണുന്നത് മുകളിലത്തെ നിലയിലെ റൂമാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുറിയാട്ടോ. നല്ലൊരു വാർഡ്രോബ് ഉണ്ട്, കൂടാതെ TV ഉണ്ട്, സൈഡ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ മുറിക്ക് ഒരു നല്ല ഒരു ബാൽക്കണിയും ഉണ്ട്. നമുക്കിനി താഴേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് ഞാനൊരു കിടിലൻ സംഭവം കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഇതൊരു അടിപൊളി വുഡൻ ഹൗസാണ്. നമ്മളകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ബെഡാണ്. ഒരു 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ബെഡാണ്. പിന്നെ അതിന്റെ പുറകിലായിട്ടാണ് ഒരു ബാത്റൂം ഉള്ളത്. കൂടാതെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് വഴി നമ്മൾ മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെയുണ്ട് ഒരു ബെഡ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 6:30 മണി കഴിഞ്ഞു കാണും. ഞങ്ങളെല്ലാവരും പൂളിലേക്ക് ഇറങ്ങി. ഞങ്ങൾ തണുപ്പുണ്ടെങ്കിൽ നന്നായി എൻജോയ് ചെയ്തു. ഇതിനുശേഷം ഞങ്ങൾ ഗ്രില്ലും മ്യൂസിക്കും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞങ്ങളുടെ റൂമിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചയാണ്. ഫുള്ളായിട്ട് കോടയാണ്. സൺറൈസ് ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടും ഇവർ ഏർലി മോർണിംഗിന് തന്നെ ട്രക്കിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പക്ഷേ ഇത് ലേറ്റായ കാരണം പോയില്ല. റിസോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നല്ലൊരു കിടിലൻ കാഴ്ചയുണ്ട്. ഫുള്ളായിട്ട് ഏലത്തോട്ടങ്ങളാണ്, കൂടാതെ നിറയെ മരങ്ങളും ഉണ്ട്. ഏലത്തോട്ടത്തിൽ പോയിട്ട് ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഞങ്ങൾ റിസോർട്ടൊക്കെ മുഴുവനായി മൂടിയിരിക്കുകയാണ് കോട കൊണ്ട്. ഭയങ്കര രസമുണ്ട് കാണാൻ.
ഈ റിസോർട്ടിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഓണർ ഡിനോയ് നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് 11 റൂംസ് ആണ് ഉള്ളത്. 11 റൂംസ് ആയിട്ടുള്ള ഹോട്ടൽ ബിൽഡിംഗിൽ 11 റൂംസും പിന്നെ ഒരു വുഡ് ഹൗസ് ഉണ്ട്. വുഡ് ഹൗസ് ഗ്രാൻഡിസിൽ തന്നെ ചെയ്ത ഒരു വുഡ് ഹൗസ് ആണ്. ഒരു ഔട്ട് ഹൗസ് ആയിട്ട് അത് കപ്പിൾസിനോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ളവർക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ്. ഒരു വെറൈറ്റി ആയിട്ട് അത് ചെയ്തിരിക്കുന്നതാണ്. ഒരു പ്രൈവസി നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഗസ്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. റിക്വയർമെന്റ് മുൻകൂട്ടി പറയുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് വേണ്ടിയ കിട്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടുന്ന് ട്രെക്കിങ് നമ്മുടെ ഒരു ഈ നേച്ചർ കാരണം വെച്ച് കഴിഞ്ഞാൽ മല ആ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു നേച്ചറുള്ള ഇതാണ്. ഒരു സൈലന്റ് പ്ലേസ് ആണ്. അപ്പോൾ ആ ഓവർവ്യൂ ആനയിറങ്ങൽ ലേക്കിന്റെ ഓവർവ്യൂ അത് വൈഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു വ്യൂ ഗസ്റ്റ് എല്ലാം വളരെ ഹാപ്പിയാണ്. ആ ഒരു ട്രെക്കിങ് തേയിലത്തോട്ടം യൂക്കാലി പിന്നെ കാട്ടുമരങ്ങൾ ഏലം അങ്ങനെയുള്ള എല്ലാ സ്പൈസസ് ആയിട്ടുള്ള ട്രീസും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റ് കാര്യങ്ങളാണ്. ഈ റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ഷൈൻ.